ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമജയം. എല്ലാവർക്കും ചെമ്പകം വ്ളോഗ്സിൻ്റെ നാലമ്പല ദർശനത്തിൻ്റെ പാർട്ട് 4ലേക്ക് പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ തിരുവില്വാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. നല്ല വെയിലാണ്, കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. വെയിലും നല്ല തിരക്കും. കർക്കിടക മാസം രാമനെ അല്ലാതെ വേറെ ആരെയാണ് കാണുക അല്ലേ? തൃശ്ശൂർ തൃപ്രയാർ ക്ഷേത്രത്തിൽ അത്രയും വരില്ലെങ്കിലും ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. കേരളത്തിലെ ഏറ്റവും പുരാതനവും മഹാവിഷ്ണുവിൻ്റെ ദിവ്യ സാന്നിധ്യം നിറഞ്ഞതുമായ ശ്രീ വില്വാദ്രിനാഥ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ അതിർത്തിയോട് ചേർന്ന് തൃശ്ശൂർ ജില്ലയിൽ തലപ്പള്ളി താലൂക്കിൽ മനോഹരമായ ഗ്രാമമായ തിരുവില്വാമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠ ശ്രീ വില്വാദ്രിനാഥൻ, അതായത് മഹാവിഷ്ണുവാണ്. കേരളത്തിലെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. തിരുവില്വാമല എന്ന പേരിനും ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വില്വവൃക്ഷങ്ങൾ നിറഞ്ഞിരുന്ന, അതായത് കൂവള മരങ്ങൾ നിറഞ്ഞിരുന്ന ഒരു മലപ്രദേശമായതിനാലാണ് ഈ സ്ഥലത്തിന് തിരുവില്വാമല എന്ന പേര് ലഭിച്ചതെന്നാണ് വിശ്വാസം. പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ അനുജൻ ശ്രീ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ. സമുദ്രനിരപ്പിൽ നിന്നും 100 അടി ഉയരത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ ദൂരം വടക്കുമാറി ഒഴുകുന്നു. ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ട് നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം. പക്ഷേ ഞാൻ കണ്ടില്ല കേട്ടോ, സത്യം പറയാലോ. ഈ തിരക്കും സമയക്കുറവും കാരണം ഇതൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ സാധിച്ചില്ല. ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളും ഒക്കെ ഉണ്ട്. ക്ഷേത്രത്തിൽ 2 ശ്രീകോവിലുകളിലായിട്ടാണ് ശ്രീരാമ ലക്ഷ്മണന്മാർ സാന്നിധ്യമരുളുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീരാമസ്വാമിയും കിഴക്കോട്ട് ദർശനമായി ശ്രീ ലക്ഷ്മണസ്വാമിയും വാഴുന്നു. ശ്രീരാമ ലക്ഷ്മണന്മാർ അനുഗ്രഹവർഷം ചൊരിയുന്ന ഈ സന്നിധിയിൽ അവരുടെ നിത്യദാസനായ ഹനുമാൻ സ്വാമിയും സാന്നിധ്യമരുളുന്നുണ്ട്. ശ്രീ മഹാഗണപതി, ധർമ്മശാസ്താവ്, ശ്രീ മഹാദേവൻ, പാർവതിദേവി, നാഗദൈവങ്ങൾ, ശ്രീ ഗുരുവായൂരപ്പൻ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ. കുംഭമാസത്തിലെ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. ഇതുകൂടാതെ കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ച വരുന്ന നിറമാലയും അതിവിശേഷമാണ്. ഭഗവാൻ ശിവൻ കൈലാസത്തിൽ താൻ പൂജിച്ചിരുന്ന പരമപവിത്രമായ വിഷ്ണു വിഗ്രഹം പരശുരാമന് സമ്മാനിക്കുകയും അദ്ദേഹം ഇവിടെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം. ഈ വിഗ്രഹമാണ് കിഴക്കോട്ട് ദർശനമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെ കശ്യപ മഹർഷിയുടെ പുത്രനായ ആമലക മഹർഷി വിഷ്ണു ഭഗവാനെ തപസ് ചെയ്ത് സംപ്രീതനാക്കുകയും ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ആദിശേഷനെ വെൺകൊറ്റക്കുടയാക്കി ഇരുവശത്തും പത്നിമാരായ ശ്രീദേവിയെയും ഭൂമിദേവിയെയും ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആമലക മഹർഷിയുടെ ആഗ്രഹപ്രകാരം അഞ്ജനശിലയിൽ ദേവിമാർക്കും അനന്തനുമൊപ്പം സ്വയംഭൂവായി ഭഗവാൻ ക്ഷേത്രത്തിൽ കുടികൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ഈ വിഗ്രഹമാണ് കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്നത്. മേൽപ്പറഞ്ഞ കഥകളൊക്കെയും നാരദ പുരാണത്തിലെ വില്വാദ്രി മാഹാത്മ്യം കഥയിൽ നിന്നും എടുത്തതാണ് കേട്ടോ. ഭഗവാനെ തൊഴുതിറങ്ങിയപ്പോഴാണ് കുട്ടികളെല്ലാവരും കല്ലുകൾ അടുക്കി താഴെ വീഴാതെ വെക്കുന്നത് കണ്ടത്. ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഉത്സാഹം കൂടാനും വിദ്യയിൽ പഠിത്തത്തിൽ പ്രശോഭിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിപ്പോൾ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, എല്ലാവർക്കും വിദ്യ പ്രധാനമാണല്ലോ. അതുകൊണ്ട് ഞാനും ചേച്ചിയും ഒക്കെ കല്ലുകൾ അടുക്കി വെക്കാമെന്ന് വെച്ചു. പക്ഷേ ഞാനിത് രാമേശ്വരത്ത് പോയപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിനുള്ളിലാണ് ഇങ്ങനെ കണ്ടേക്കുന്നത്. ഒറ്റ സംഖ്യ വരണം, നമ്മൾ കല്ലുകൾ അടുക്കി വെക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല, ഒറ്റ സംഖ്യ ആയിരിക്കണം. നമ്മൾ ഒറ്റ സംഖ്യ ആണെന്ന് അറിഞ്ഞുകൊണ്ട് വെക്കരുത്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഒറ്റ സംഖ്യ ആണെങ്കിൽ നമ്മുടെ വീടെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാകും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ നാട്ടിലും ഓരോ വിശ്വാസങ്ങൾ.
ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ രഹസ്യം എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതൊന്നും കറക്റ്റായിട്ട് അറിയില്ല, ഓരോരോ കേട്ടുകേൾവികൾ മാത്രമാണ്. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ആത്മീയമായൊരു യാത്ര അനുഭവിക്കാനും ചരിത്രത്തിൻ്റെ സ്പർശനം അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം സന്ദർശിക്കണം. നാലമ്പല ദർശനയാത്രയുടെ പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾക്കിതൊരു മനോഹരമായ അനുഭവമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇത്രയും ദൂരമൊക്കെ കൊച്ചിയിൽ നിന്ന് ഞാൻ ഇത്രയും ദൂരം ഇവിടെ യാത്ര ചെയ്ത് ഇവിടെ വരുമെന്നും ഈ മലയിലും ഈ പല പല ക്ഷേത്രങ്ങൾ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത ഇൻസ്റ്റഗ്രാമിൽ കണ്ട് ആസ്വദിച്ചിരുന്ന എപ്പോഴെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കുറച്ച് ക്ഷേത്രങ്ങളിലൂടെയൊക്കെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അനുഭവം നിങ്ങളിൽ എത്രത്തോളം എത്തിക്കാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. എൻ്റെ നല്ലൊരു ക്യാമറയൊന്നും അല്ല, ഫോണിലൂടെ എടുത്തിരിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പങ്കുവെക്കാനും മറക്കരുത്. യാത്രാവിശേഷങ്ങളും ക്ഷേത്ര ദർശനങ്ങളും തുടർന്നും കാണാൻ ചെമ്പകം വ്ളോഗ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഒക്കെ മറക്കരുത്. അടുത്ത യാത്ര ഭരതശത്രുഘ്നന്മാരെ തിരഞ്ഞാണ്. നാലമ്പല യാത്രയുടെ പാർട്ട് 4 നമുക്ക് വീണ്ടും കാണാം.